സിഖുകാരുടെ പരമോന്നത സംഘടനയായ അകാൽ തഖ്ത് വിധിച്ച ശിക്ഷയുടെ ഭാഗമായി സുവർണക്ഷേത്രത്തിന്റെ കവാടത്തിന് മുന്നിൽ കാവലിരിക്കുകയായിരുന്ന സുഖ്ബീർ സിംഗ് ബാദലിന് നേരെയാണ് വധശ്രമമുണ്ടായത്. ഖാലിസ്ഥാൻവാദിയായ മുൻ ഭീകരൻ നാരായൺ സിംഗ് ചൗരയാണ് ബാദലിനെ ലക്ഷ്യമിട്ട് വെടിയുതിർത്തത്. വെടി ലക്ഷ്യം തെറ്റി സുവർണക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിന് തൊട്ടടുത്തുള്ള ചുമരിലാണ് പതിച്ചത്. ബാദലിന്റെ സുരക്ഷാ സംഘത്തിലുണ്ടായിരുന്ന പഞ്ചാബ് പോലീസ് അംഗങ്ങളാണ് വധശ്രമം പരാജയപ്പെടുത്തിയതെന്ന് അമൃത്സർ പോലീസ് കമ്മീഷണർ गुरप्रीत सिंह फुल्लर അറിയിച്ചു. उसमें हमारे AIG लेवल के एक ऑफिसर इंचार्ज हैं और 2 SPs 2 DSPs और 250 के करीब सिविल पारचात में डिप्लॉयमेंट हमारा गोल्डन टेम्पल कॉम्प्लेक्स में हो रखी है. उसी के वजह से पुलिस अलर्ट थी और हमारे मुलाजिम बहुत अलर्ट थे. പോലീസ് കസ്റ്റഡിയിലെടുത്ത നാരായൺ സിംഗ് ചൗര ബബർ ഖൽസ ഇന്റർനാഷണൽ എന്ന ഭീകര സംഘടനയിലെ അംഗമായിരുന്നു. 1984 പാകിസ്ഥാനിലേക്ക് കടന്ന ചൗര പഞ്ചാബിലേക്ക് വൻതോതിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കടത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. നാരായൺ സിംഗ് ചൗരയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ ഉണ്ടായ വധശ്രമത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് അകാലിദളിന്റെ ആവശ്യം. പഞ്ചാബിലെ ക്രമസമാധാന നില തകരുന്നതിന്റെ ഉദാഹരണമായാണ് അകാലിദൾ ഈ സംഭവത്തെ ഉയർത്തിക്കാട്ടുന്നത്. സിഖ് സമുദായത്തിന്റെ പിന്തുണ ആർജിച്ച് പഞ്ചാബ് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ശ്രമിക്കുന്ന അകാലിദൾ വധശ്രമത്തെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിച്ചേക്കും. 2007-2017 കാലത്തെ അകാലിദൾ ഭരണത്തിലുണ്ടായ സർക്കാരിന്റെയും പാർട്ടിയുടെയും മതപരമായ തെറ്റുകൾ മുൻനിർത്തിയാണ് ബാദലിനെ ശിക്ഷിച്ചത്. ഇതിന് പിന്നാലെ സുഖ്ബീർ സിംഗ് ബാദൽ ശിരോമണി അകാലിദൾ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.